ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് യഹൂദിനെക്കുറിച്ച് ആരും അറിയാത്ത ചില രഹസ്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് 3-ാം വയസ്സിൽ കല്യാണം കഴിച്ച റബേക്കയുടെയും ഇസ്ഹാക്ക് പ്രവാചകൻ്റെയും പാരമ്പര്യം തുടരുന്നവരാണ് യഹൂദികൾ. നമുക്ക് കൂടുതൽ വെറും 10-12 വയസ്സുള്ള പെൺകുട്ടികളാണ് ഇപ്പോഴും ഈ യഹൂദികൾ കല്യാണം കഴിക്കുന്നത്. ബുർക്ക ധരിച്ച സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും താലിബാനിലെ മുസ്ലിങ്ങളാണെന്ന്. ഒരിക്കലുമല്ല. ഇത് യഹൂദ ഓർത്തഡോക്സ് സ്ത്രീകൾ വെറും 3 വയസ്സുള്ള നിയമം അനുവദിക്കാത്തതിന് 3 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അവർ ഇപ്പോഴും 12-13 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്ന. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവർ തന്നെ പറയുന്നത് കേൾക്കാം. Members of Lev Tahor, an ultra-Orthodox Jewish sect, have been in the news recently after clashing with Guatemalan authorities during a dramatic raid on their compound that resulted in 160 minors and 40 women being placed in protective custody. Allegations of human trafficking led to the raid and the discovery of a child's skeletal remains. The group has a notorious history filled with scandals, but claim they are victims of religious persecution. However, time and time again, the cult-like community has been embroiled in controversies ranging from sexual abuse of minors to kidnappings, with testimonies often coming from former members. Here's more on the sinister world of Lev Tahor. Lev Tahor, which means pure heart in Hebrew, is made up of around 300 members who are largely based in Guatemala, the US and Canada. The sect, which operates on the fringes of Judaism, is shunned by Israel and is widely regarded as a cult. It upholds fundamentalist views and is rooted in strict interpretations of Jewish. വെറും പ്രായം കുറഞ്ഞ കുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന കാരണം പല രാജ്യങ്ങളിൽ അവർക്ക് നിയമ നടപടികൾ ഉണ്ടായിരിക്കും. കാനഡ, ഗോട്ടമാല എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.